കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തള്ളി. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും KSU ജില്ലാ പ്രസിഡന്റ് MC അതിലടക്കം 5 പ്രതികളാണ് ഈ കേസിൽ ഉള്ളത്. ഇവർ കഴിഞ്ഞ ദിവസമാണ് ജാമ്യാപേക്ഷ നൽകിയത്. ഏതായാലും ഇന്നലെ ജാമ്യാപേക്ഷയിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം നടന്നിരുന്നു. ആ വാദത്തിൽ പ്രധാനമായും ഈ പ്രതിഭാഗം ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് ഒരു കരിങ്കൊടി പ്രതിഷേധം മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ പ്രോസിക്യൂഷൻ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഈ കേസിൽ പറയുന്നത് പോലെ വധിക്കാനോ മറ്റോ ഉള്ള ശ്രമമൊന്നും നടന്നിരുന്നില്ല. മറിച്ച് ഒരു പ്രതിഷേധം മാത്രമാണ്, ഒരു കരിങ്കൊടി പ്രതിഷേധം മാത്രമാണ് നടന്നിരുന്നത്. മന്ത്രി കരികിലേക്ക് എത്താൻ പോലും തങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം മന്ത്രി ഈ പോലീസിന്റെ വലയത്തിനുള്ളിലായിരുന്നു എന്നതടക്കമുള്ള വാദങ്ങളാണ് ഈ ഘട്ടത്തിൽ പ്രതിഭാഗം ഉന്നയിച്ചത്. പക്ഷേ അതെല്ലാം കോടതി തള്ളുകയാണ് ചെയ്തത്. അതേസമയം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ എന്ന് പറയുന്നത് ഈ മന്ത്രിയെ വധിക്കാൻ തന്നെയാണ് ഈ പ്രതികൾ ശ്രമിച്ചത്. ഒരു ആയുധം ഉപയോഗിച്ച് ഈ ആക്രമിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഈ ഘട്ടത്തിൽ അവർക്ക് ജാമ്യം നൽകരുത്. കാരണം ഈ ആയുധം എന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ ചെറിയ ആയുധമായിരിക്കാം. ആ ആയുധത്തെക്കുറിച്ച് നിലവിൽ ഒരു വിവരമില്ല. അപ്പോൾ ഈ ആയുധം എന്താണെന്ന് കണ്ടെത്തേണ്ട കാര്യമടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളൊരു വാദമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ഏതായാലും ഇപ്പോൾ ജാമ്യം, ഈ 5 പേരുടെയും ജാമ്യം ഇപ്പോൾ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുകയാണെന്നുള്ളതാണ്. അതേസമയം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ മറ്റന്നാൾ പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ KSU പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ ജാമ്യം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് അവർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ FIR-ലടക്കം ഇത്തരത്തിൽ ഈ ആയുധമടക്കം ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമാണ് നടത്തിയത്, മന്ത്രിയെ വധിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ FIR-ൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഏതായാലും അതിപ്പോൾ കോടതിയിൽ ആ വാദമടക്കം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. ഈ കരിങ്കൊടി പ്രതിഷേധം മാത്രമാണ് നടന്നതെന്നുള്ള വാദം കോടതിയിൽ പ്രതിഭാഗവും ഉന്നയിച്ചെങ്കിലും ഇപ്പോൾ അത് അംഗീകരിച്ചിട്ടില്ല. ഏതായാലും ഈ പ്രതികൾക്കെതിരെ വധശ്രമം അടക്കം ഏതാണ്ട് 11 വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് എടുത്തിരുന്നത്. അതിൽ വധശ്രമമുണ്ട്. അതുപോലെ തന്നെ അത് BNS-ൽ മാത്രം 9 വകുപ്പുകൾ, അതുപോലെ തന്നെ റെയിൽവേ നിയമപ്രകാരം 2 വകുപ്പുകളടക്കം ചുമത്തിയായിരുന്നു അന്ന് കേസ് എടുത്തിരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഈ പ്രതികൾ ഈ 5 KSU പ്രവർത്തകരും റിമാൻഡിൽ കഴിയുകയാണ്. ഏതായാലും നിലവിൽ ഇനിയും അവർ ജയിലിൽ തുടരും എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല കസ്റ്റഡി വേണം എന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷയും കോടതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ ഈ മന്ത്രിക്ക് നേരെ ആക്രമണത്തിന് ഉപയോഗിച്ച ആ ഒരു ആയുധം അത് കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല പ്രോസിക്യൂഷൻ പറഞ്ഞൊരു കാര്യം, മന്ത്രിക്ക് പരിക്കേറ്റത് ഇത്തരത്തിൽ ഈ ആക്രമണത്തിൽ തന്നെയാണ്. കാരണം മന്ത്രിയുടെ കഴുത്തിനുണ്ടായ ഒരു സമ്മർദ്ദം, അതേ തുടർന്നാണ് ഈ പരിക്ക് അടക്കമുണ്ടായത് എന്നുള്ള വാദമാണ് ഉയർത്തിയത്. ആ ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ഒരു വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അന്ന് ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ആ അറസ്റ്റ് അന്ന് വൈകുന്നേരം തന്നെ, ഈ സംഭവം നടന്ന വൈകുന്നേരം തന്നെ ഈ 5 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നീട് പുലർച്ചെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഇവരെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇത് മറ്റന്നാൾ പരിഗണിക്കാനായി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മാറ്റിയിരിക്കുകയാണ്. അന്ന് ഈ 5 കേസിൽ പ്രതികളായ 5 KSU പ്രവർത്തകരെയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. എനിക്ക് ഒരു വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തള്ളി സാഹചര്യത്തിൽ ഇനി ജയിലിൽ തന്നെ തുടരാനുള്ള ഒരു സാഹചര്യമായിരിക്കില്ലേ നിലവിൽ? തീർച്ചയായും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. സ്വാഭാവികമായും അവർക്ക് ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയില്ല. കാരണം ജാമ്യം പ്രതികൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇനി അവർ അടുത്ത ഘട്ടത്തിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി മേൽക്കോടതികളിലേക്ക് പോകാൻ അവർക്ക് സാധിക്കും. ഇപ്പോൾ ഈ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ അടുത്ത ജില്ലാ കോടതിയിലേക്ക് അടക്കം അവർക്ക് പോകാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് തള്ളിയാൽ നേരെ ഹൈക്കോടതിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കൂടുതൽ
അപ്പീൽ നൽകി ഈ ജാമ്യം നേടാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ നടത്തുക. ഏതായാലും അവർ ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അത് കോൺഗ്രസ് അടക്കം നമുക്കറിയാം ഈ സംഭവം നടന്ന ഘട്ടം മുതൽ തന്നെ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ മന്ത്രിക്കരികിലേക്ക് KSU പ്രവർത്തകർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രതിഭാഗമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും KSU ഒക്കെ ആണെങ്കിലും ആവർത്തിച്ച പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മന്ത്രിയുടേതൊരു നാടകമാണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ പോലീസിന്റെ വലയം ഭേദിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്ക് ഈ മന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവർ മറ്റൊരു സ്ഥലത്താണ് നിന്നിരുന്നത്, അല്ലെങ്കിൽ അവിടെ വെച്ച് അവരെ തടയുകയാണ് ചെയ്തത്. ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അതൊരു ഇത്തരത്തിൽ ആ മന്ത്രിയുടെ ഒപ്പമുള്ള ഗൺമാന്റെ കൈയാണ്. അതിനപ്പുറത്തേക്ക് ഈ KSU പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ മന്ത്രി ഒരു നാടകം കളിക്കുന്നു എന്നുള്ളൊരു വാദമാണ് ആ ഘട്ടം മുതൽ ഉയർത്തുന്നത്. വെറും ഒരു കരിങ്കൊടി പ്രതിഷേധം മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്കൊരു വധശ്രമം അത്തരത്തിൽ ഈ പ്രോസിക്യൂഷൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈ FIR-ൽ പറയുന്നത് പോലെ ഒരു വധശ്രമത്തിനുള്ള നീക്കം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ അവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം CPM ആണെങ്കിലും ഈ കേസിൽ പോലീസ് അന്ന് FIR രജിസ്റ്റർ ചെയ്തത് തന്നെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി മന്ത്രിക്കരികിലേക്ക് ആയുധം ഉപയോഗിച്ച് മന്ത്രിയെ ആക്രമിച്ചു എന്നുള്ളതാണ് ഈ FIR-ൽ അന്ന് റെയിൽവേ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-ൽ പറയുന്നത്. ആ വാദം തന്നെയാണ് പ്രോസിക്യൂഷനും ശക്തമായി തന്നെ കോടതിയിൽ ഉന്നയിച്ചത്. മന്ത്രിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ആയുധം ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണ്. ആ ആയുധം എന്താണെന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദൃശ്യങ്ങളടക്കം പരിശോധിച്ചെങ്കിലും ആ ആയുധം കണ്ടെത്തിയിട്ടില്ല. അതിന് ഈ പ്രതികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ എന്തായുധം ഉപയോഗിച്ചാണ് ഈ മന്ത്രിയെ ആക്രമിച്ചതെന്ന് പറയാൻ വേണ്ടി കഴിയൂ. ആ മന്ത്രിക്ക് തന്നെയാണ് പരിക്കേറ്റത്, അല്ലാതെ ഈ തങ്ങളുടെ അക്രമം അല്ലെങ്കിൽ തങ്ങളുടെ ആക്രമണം കൊണ്ടല്ല പരിക്കേറ്റതെന്ന ഈ പ്രതിഭാഗത്തിന്റെ വാദം നിലനിൽക്കില്ല. കാരണം മന്ത്രിയുടെ കഴുത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ആ പരിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ പ്രതികൾ ജയിലിൽ തന്നെ തുടരേണ്ട സാഹചര്യമാണുള്ളത്. ഏതായാലും നമുക്കറിയാം ഈ മന്ത്രി വീണ ജോർജ് ഈ സംഭവത്തിന് ശേഷം അവർ വിശ്രമത്തിലായിരുന്നു. ഇന്നിപ്പോൾ പത്തനംതിട്ടയിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി 2 ദിവസം ആശുപത്രിയിൽ കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കഴുത്തിന് ക്ഷതം ഏറ്റു എന്നുള്ളതാണെന്ന് വിശദമായ പരിശോധനയിൽ നിന്ന് മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ മന്ത്രി ഒരു ദിവസം കിടന്നു. പിന്നീട് പുലർച്ചെ 4 മണിയോടുകൂടി അവിടെ നിന്ന് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ഈ കേസിൽ പ്രോസിക്യൂഷൻ ഉയർത്തുന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മറ്റന്നാൾ ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ 5 പേരെയും KSU ജില്ലാ പ്രസിഡന്റ് MC അതിലടക്കം 5 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇവരെ 5 പേരെയും കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം കോടതി അംഗീകരിക്കുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. കോടതി അംഗീകരിച്ചാൽ സ്വാഭാവികമായും അടുത്ത നടപടികളിലേക്ക് കസ്റ്റഡിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഏതായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഒരു തെളിവ് പോലീസിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. RPF അടക്കം ഈ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ഘട്ടത്തിൽ പോലും ഇത്തരത്തിലൊരു ആക്രമണത്തിൻ്റെതായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി കൂടുതൽ ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നിലവിൽ ആ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. പക്ഷേ അത് അവർക്ക് ലഭിക്കുന്നില്ല. കാരണം KSU അടക്കം ആ ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോൾ മന്ത്രിക്കരികിലേക്ക് KSU പ്രവർത്തകർ എത്തിയതായി എവിടെയും കാണുന്നില്ലാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഘട്ടത്തിലാണ് KSUവും കോൺഗ്രസും ഒക്കെ ഉന്നയിക്കുന്നത് മന്ത്രി നാടകം കളിക്കുകയാണ്. അതിനപ്പുറം ഒരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട്. അതുവരെ മന്ത്രിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മുന്നോട്ട് പോയതിനു ശേഷമാണ് മന്ത്രിയുടെ കഴുത്തിന് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നതും പിന്നീട് നേരെ ആശുപത്രിയിലേക്ക് പോകുന്നതും അവിടെ MRI സ്കാനിങ് നടത്തുന്നു. അതിനുശേഷം പിന്നീട് മന്ത്രിയെ ICUവിൽ പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മന്ത്രിയെ മാറ്റുന്നു. അവിടെ മന്ത്രി ആശുപത്രിയിൽ തുടരണം, മന്ത്രിയുടെ കഴുത്തിന് ക്ഷതമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്ന് മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചിരുന്നു. പിന്നീട് വൈകുന്നേരം മെഡിക്കൽ ബോർഡ് ഓൺലൈനായി യോഗം ചേർന്നു. അതിനുശേഷം പെട്ടെന്ന് മന്ത്രി പുലർച്ചെ ഡിസ്ചാർജ് വാങ്ങി പോവുകയും ചെയ്തിരുന്നു. അതിനെതിരെ വലിയ വിമർശനമൊക്കെ ഉയർന്നിരുന്നു. പിന്നീട് മന്ത്രി എവിടെയായിരുന്നു? വീട്ടിലേക്കാണ് പോയത്. മന്ത്രിയെ അന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സയ്ക്ക് റഫർ ചെയ്തുകൊണ്ടാണ്. പക്ഷേ മന്ത്രി അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയില്ല. പകരം കോട്ടയത്തെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഏതായാലും മന്ത്രി ഇന്നിപ്പോൾ പൊതുവേദിയിലേക്ക് വരുമ്പോൾ കഴുത്തിൽ ആ കോളർ, ഈ പരിക്ക് ഏറ്റുകഴിഞ്ഞാൽ സ്വാഭാവികമായി ഇടുന്ന കോളർ അടക്കം ധരിച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രി ഇന്ന് പൊതുവേദിയിലേക്ക്
എത്തിയിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും KSU പ്രവർത്തകർ ജയിലിൽ തന്നെ തുടരും. അടുത്ത 3 ദിവസം മറ്റന്നാൾ ഇവരുടെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്യും. ആ ഘട്ടത്തിൽ ഈ 5 പേരെയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇനി അവരുടെ നീക്കം അടുത്തത് അപ്പീലടക്കം പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ശരി, വ്യക്തമാണ്. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.